കെ ശൈലജയുടെ സൈബർ ആക്രമണ പരാതിയെ പ്രതിരോധിച്ച് UDF. കെ രമയെ ആസ്ഥാന വിധവയെന്ന് വിളിച്ചവർക്കെതിരായ നടപടി എന്തായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. സൈബർ ആക്രമണങ്ങൾ തുടരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണെന്നായിരുന്നു കെ രമയുടെയും ഉമാ തോമസിന്റെയും പ്രതികരണം. സൈബർ ആക്രമണം വടകരയിൽ സജീവ ചർച്ച. LDF സ്ഥാനാർത്ഥി കെ ശൈലജ ഷാഫി പറമ്പിലിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയപ്പോൾ തിരിച്ചടിക്കുകയാണ് UDF. ഞങ്ങൾ ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രശ്നോദിക്കുന്നില്ല. ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഇപ്പോൾ വൈകാരികമായി തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുത്തിയാണ്. ഇത് 20 ദിവസം മുമ്പ് നടന്ന കാര്യത്തിൽ പരാതി കൊടുത്തിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കണം, നിങ്ങൾ എന്താ നടപടി എടുക്കാത്തതെന്ന്. കെ രമയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ ഈ ശൈലജയൊന്നും ഉണ്ടായിരുന്നില്ല. ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ അവർ വലിയ അഴിമതി നടത്തിയിട്ടുണ്ട്. 1032 കോടി രൂപയുടെ അഴിമതിയുണ്ട്. ബോംബ് രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും ചർച്ചയാകുമ്പോൾ വഴിതിരിച്ചുവിടാൻ ആസൂത്രിത നീക്കമെന്ന കെ രമ പി ജയരാജന്റെ വെണ്ണപ്പാളി പരാമർശത്തിൽ പരാതി നൽകും. വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റു മയങ്ങി സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നമ്മളൊക്കെ പരാതികൾ കെട്ടുകടക്കിൽ കിടക്കുകയാണ്. LDF സ്ഥാനാർത്ഥിക്ക് നേരെ ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം ആരോപണം ഉണ്ടായി എന്ന് പറയുന്നിടത്തേക്ക് അത് എത്തിച്ചത് അതിനുത്തരവാദി ഇവിടുത്തെ പോലീസ് സംവിധാനമാണ്. ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് എന്നതാണ് LDFന്റെ സ്ഥാനാർത്ഥിയും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശുദ്ധ അസംബന്ധമാണ്. അപ്പൊ ആരുടെ ഭാഗത്തു നിന്നായാലും അത് കൃത്യമായി കണ്ടെത്തുകയും നിയമ നടപടി സ്വീകരിക്കാനും പോലീസ് തയ്യാറാകണം. LDF ആണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും തുറന്നടിച്ചു. വ്യക്തിപരമായി അധിക്ഷേപകരമായ ഒരു വാർത്ത ഇന്നലെയും ഇന്നുമായി ദേശാഭിമാനി പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ദേശാഭിമാനി പത്രത്തിനെതിരായിട്ട് ഞാൻ കേരള പോലീസിനും പരാതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ മാനനഷ്ടത്തിന് കോടതി മുഖാന്തരം വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തതുകൂടി അറിയിക്കുവാനാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുമ്പോൾ ചർച്ചകൾ മണ്ഡലത്തിലെ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. റിപ്പോർട്ടർ, കോഴിക്കോട്.